ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബറോസ് മൂവിയുടെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗായ്സ്, പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്താണ് എക്സ്പെക്റ്റ് ചെയ്തത് ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഈ ഒരു പടം കണ്ടതിന് ശേഷം എനിക്ക് കണക്റ്റ് ആയിട്ടുള്ളത്. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസും വരുന്നുണ്ട്. അപ്പോൾ ഈ പടം കാണാത്തവരോടും എനിക്ക് കാണാൻ ഉദ്ദേശിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം എന്തായാലും കണക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ നമ്മളൊരു ലാലേട്ടൻ പടം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വെച്ചിട്ടാണ് പോവുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം ഞാൻ മെൻഷൻ ചെയ്ത് പറയാം, കാരണം അധികമൊന്നും പറഞ്ഞ് ഞാൻ സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആകെ 2 ഫൈറ്റ് സീൻസ് മാത്രമാണ് ഈ പടത്തിലുള്ളത്. ബറോസ് എന്നുള്ള പടത്തിൽ ആകെ 2 ഫൈറ്റ് സീൻസ് മാത്രമാണ് ഈ പടത്തിലുള്ളത്. പക്ഷേ അത്ര വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റോ സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങിലുമാണ് ഈ ഒരു ഫൈറ്റ് സീൻസ് വരുന്നത്. അതോ നമ്മൾ ട്രെയിലറിൽ കണ്ട ഒരു ഗുഹ പോലത്തെ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഫൈറ്റ് സീൻസ് നടക്കുന്നത്. പക്ഷേ അത്ര വലിയ രീതിയിലുള്ള BGM അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള എഫക്റ്റോ കാര്യങ്ങളോ, ഒരു ഫൈറ്റാണ് എന്നുള്ള നമ്മളൊരു ത്രില്ലിങ് മൊമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഒരു പടത്തിൽ ഫൈറ്റ് വേണം, ഓക്കെ, അങ്ങനെ ഒരു ആഡ് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേര് മാർക്കോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് കണ്ടു. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, മാർക്കോ എന്നുള്ളൊരു മൂവി അവർ മോസ്റ്റ് വയലൻറ്റ് ആക്ഷൻ സീക്വൻസ് ആയിട്ട് തന്നെയാണ് അവർ പടം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ബറോസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഹൈപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആകെ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യം 3D ആണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ ഒരു പടത്തിന് മെൻഷൻ ഉണ്ടായിട്ടുള്ളത്. ആ പറഞ്ഞത് 100% എനിക്ക് വർക്കായിട്ടുണ്ട്. കാരണം ഇതിന് മുന്നേ ഈ ഒരു പടത്തിന് പോസിറ്റീവായിട്ട് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇതിന് മുന്നേ ഞാൻ ലാസ്റ്റ് 3D എഫക്ട്സിൽ കണ്ടത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരുന്നു. പക്ഷേ അത് കണ്ടതിന് ശേഷം ഇത് കണ്ടതിന് ശേഷം അതിൻ്റെ ബറോസ് കണ്ടതിന് ശേഷം എൻ്റർലി ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. കാരണം പക്ക ഇവർ ഈ ഒരു പടം 3D എന്നുള്ള ഒരു ലേബലിലേക്ക് വേണ്ടി തന്നെയാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ 2D എടുത്തിട്ട് രണ്ടാമത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 3D എഫക്ട്സ് നിങ്ങൾക്ക് പക്കമായിട്ട് അത് ഈ പടം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യും. ആ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാൻ വേണ്ടി തോന്നി. പ്രത്യേകിച്ച് വേറെ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ എക്സ്പെക്റ്റേഷനും ഇല്ലാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു പടം കണക്റ്റ് ആവും. അപ്പോൾ പടം കണ്ടവരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.